ഹലോ, ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണമേ കഴിഞ്ഞ ദിവസം അതായത് ചൊവ്വാഴ്ച ഞാനൊരു 5 രൂപ മുതൽ 60 രൂപ വരെ ഒരു പ്ലാൻസിന് വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ ഇടയിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കമൻറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ആ കമൻറ്റ് ഇട്ട ആൾ എന്നോട് പ്ലാൻസ് വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വാങ്ങിച്ചിട്ടുള്ള ആളാണെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയക്കാമായിരുന്നു. പിന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ കാണിച്ചു തരാം. അപ്പം എന്തെങ്കിലും പ്ലാൻസിനെ കുറിച്ച് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ എന്നോട് പറയുക. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ പ്ലാൻസ് 120 രൂപയുടെ എങ്ങാണ്ടാണ് പണ്ട് കുറേ നാൾ മുമ്പ് ഞാൻ ഇട്ടതാണ്. അത് ആ റേറ്റിനുള്ള പ്ലാൻസാണ്. അല്ലാതെ ഞാൻ 5 രൂപ മുതൽ 60 രൂപ വരെയാണ് ഞാൻ പ്ലാൻസ് ഈ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നത്. അപ്പം ആ റേറ്റ് കൂടിയ പ്ലാൻസ് ഒന്നും ഞാൻ സെയിൽ ചെയ്യില്ല. കാരണം എനിക്കധികം പ്ലാൻസ് ഇല്ല. എനിക്ക് വാട്ടർ പ്ലാൻസ് ആണ് ഞാൻ സെയിൽ ചെയ്യുന്നത്. എൻ്റെ യൂട്യൂബ് ചാനലുള്ളതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യമാണ്. ചാനലുള്ളതുകൊണ്ട് മാത്രം ഞാൻ ഈ പ്ലാൻസ് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ച് ഞാൻ സെയിൽ വീഡിയോ ഇടുന്നു, അത്രേ ഉള്ളൂ. അതിനും ആവശ്യക്കാരുണ്ട്. പിന്നെ ചിലർ ചോദിക്കും, ഇട്ട പ്ലാൻസ് തന്നെയാണല്ലോ വീണ്ടും എല്ലാ വീഡിയോസിലും ഇട്ടത്. അതിനും ആവശ്യക്കാരുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ ഇട്ട പ്ലാൻസ് തന്നെ. എൻ്റെ കയ്യിൽ അധികം പ്ലാൻസ് ഇല്ല, ഒരുപാട് പ്ലാൻസ്. ഞാൻ ഹോൾസെയിലായിട്ട് എടുത്ത് സെയിൽ ചെയ്യുന്ന ആളല്ല. എനിക്ക് വാട്ടർ പ്ലാൻസ്, ആമ്പൽ, താമരയാണ് കൂടുതലുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാൻ വന്നത്, എനിക്ക് കമൻറ്റ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളാരും വഞ്ചിക്കപ്പെടരുത്. ഞാൻ സെയിലിനായിട്ട് കാണിക്കുന്ന പ്ലാൻസ് അല്ല ഞാൻ അയച്ചു കൊടുക്കുന്നത്. പിന്നെ ഡാമേജ് ആയ പ്ലാൻസാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ മോശം പ്ലാൻസ് അയച്ചു കൊടുക്കുന്നതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്ന് വരെ ഒരു പരാതി എനിക്ക് വന്നിട്ടില്ല. ഇനി അവർക്ക് ഞാൻ അങ്ങനെ പ്ലാൻസ് അയച്ചു കൊടുത്തിട്ടില്ല. അവരെന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? ഈ കമൻറ്റ് ഇട്ടോട്ടെ. ആ കമൻറ്റ് ഇടുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. കമൻറ്റ് ബോക്സ് ഓണാക്കി വെച്ചിരിക്കുന്ന കമൻറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ്. ആർക്കും കമൻറ്റ് ഇടാം. പക്ഷേ അവർക്ക് പ്ലാൻസ് സേഫായിട്ട് കിട്ടിയില്ല, മോശം പ്ലാൻസാണ് കിട്ടിയെങ്കിൽ അവരെന്നോട് അന്ന് പറയണമായിരുന്നു. അല്ലെങ്കിൽ 2-3 മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നാളുകൾ കഴിഞ്ഞിട്ടോ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവർ മേടിച്ചിട്ടുണ്ടോയെന്നും എനിക്കറിയില്ല. എനിക്ക് ആരാന്ന് പോലും അറിയത്തില്ല. അപ്പോൾ അവരുടെ സ്ക്രീൻഷോട്ട് എല്ലാം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ മോശമായിട്ടുള്ള പ്ലാൻസ് ആർക്കെങ്കിലും അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിലിടാം. അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എന്നോട് വന്ന് പറയാം. ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പേഴ്സണലായിട്ട് വന്നാൽ നിങ്ങളുടെ പ്ലാൻസ് ഇപ്പോൾ സേഫായിട്ട് കിട്ടിയിട്ട് നിങ്ങൾക്ക് നശിച്ചു പോയെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ കലാത്തിയുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒത്തിരി പേര് എന്നോട് പറഞ്ഞു, എന്തുകൊണ്ട് ഇത്ര റേറ്റ് കുറച്ചിട്ട് കൊടുത്തു? ഞാൻ പറഞ്ഞു, ഓക്കെ, അടുത്ത പ്രാവശ്യം ഞാൻ റേറ്റ് കൂട്ടിയിട്ട് കൊടുത്തോളാം. ഇനി പ്രൊപ്പഗേറ്റ് ചെയ്ത് റൂട്ട് വന്ന് പിടിപ്പിച്ചിട്ട് കഴിയുമ്പോൾ ഞാൻ അടുത്ത ദിവസം ഒത്തിരി പേര് പറഞ്ഞു റേറ്റ് കുറച്ചിട്ടാണ് കൊടുത്തേക്കുന്നത്. ശരിയാണ്, റേറ്റ് കുറച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ മറ്റുള്ള വീഡിയോസ് എല്ലാം കണ്ടു, റേറ്റ് കുറവാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ റേറ്റ് കൂട്ടിയിട്ട് തന്നെ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും സെയിൽ ചെയ്യുന്നതല്ലേ, ആർക്കും ബുദ്ധിമുട്ടുണ്ടാകരുത്. ഓക്കെ, അപ്പം എനിക്കുള്ള പ്ലാൻസേ എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്തെങ്കിലും പരാതികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക. അപ്പോൾ ഏതൊക്കെ പ്ലാൻസ് ഒന്ന് കണ്ടുപോകാം. ഇതിൻ്റെ റേറ്റ് 20 രൂപയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ റേറ്റ് 15 രൂപയാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 30 രൂപയാണ്. ഇത് റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ലാൻഡാനയാണ് കേട്ടോ. റേറ്റ് 15 രൂപയാണ് കേട്ടോ. അടുത്ത ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 10 രൂപയാണ് കേട്ടോ. ബോർഡറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാവുന്ന ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇത് തന്നെ കണ്ടില്ലേ, രണ്ടും 2 സൈസാണ്. ഈ ഒരു സൈസേ കാണിക്കാൻ പറ്റും. ചിലപ്പോൾ ഈ ഒരു സൈസ് കാണിക്കും. അപ്പം ഒരാൾക്ക് അയച്ചു കൊടുക്കുന്ന ഈ പ്ലാന്റ് ആയിരിക്കും, അടുത്തയാൾക്ക് അയച്ചു കൊടുക്കുന്ന ഈ പ്ലാന്റ് ആയിരിക്കും. അപ്പോൾ ആ സെയിം റൂട്ടുണ്ട്, പിടിച്ച് കിട്ടും. അപ്പോൾ ഈ സെയിം പ്ലാന്റ് തന്നെ എല്ലാവർക്കും ഒരേ പ്ലാന്റ് തന്നെ അയച്ചു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 30 രൂപയാണ്. അടുത്ത ഫയർ ക്രാക്കറാണ് കേട്ടോ. ഫയർ ക്രാക്കറിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് 15 രൂപയാണ്. പൊട്ടറ്റോ പ്ലാന്റ് ആണ് കേട്ടോ, റൂട്ടുള്ളതാണ്. ഇതിൻ്റെ റേറ്റ് 10 രൂപയാണ്. അടുത്ത ഇതാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 15 രൂപ. താമരച്ചെത്തിയാണെന്ന് എനിക്കറിയില്ല, ഫ്ലവർ വിരിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 40 രൂപയാണ്. വലിയ പ്ലാന്റ് ആണ് കേട്ടോ. ചിലപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഞാൻ തരുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് ഇത്രയും നീളം ഉള്ളതുകൊണ്ട് നല്ല റൂട്ട് കാണും. അപ്പോൾ ഒത്തിരി നാളായി ഞാൻ വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു 5-6 പ്ലാന്റ്സ് സെയിലിനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്തെങ്കിലും നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചിലപ്പം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ അയക്കണമെങ്കിൽ കൊറിയർ ചാർജ് കൂടുതലാവും. അങ്ങനെയുള്ളവർ മാത്രം വാങ്ങിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ മോള് കട്ട് ചെയ്തിട്ടായിരിക്കും തരുന്നത്. ഓക്കെ, അടുത്ത ഡക്ക് ഫീറ്റാണ് കേട്ടോ. ഡക്ക് ഫീറ്റ് പ്ലാന്റാണ്. ഇതിൻ്റെ ഇത്രയും വലിപ്പമുള്ള പ്ലാന്റാണ് കേട്ടോ സെയിലിനായിട്ടുള്ളത്. 20 രൂപയാണ് റേറ്റ്. അടുത്ത ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ലീഫ് കാണാൻ കേട്ടോ. പല കളറാണ് കേട്ടോ. ഇത് വെയിലത്ത് വെക്കുമ്പോഴാണ് കേട്ടോ ഈ കളർ വരുന്നത്. ഇതിൻ്റെ റേറ്റ് 10 രൂപ. അടുത്ത പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാകുന്ന എപ്പീഷ്യയുടെ റൂട്ടഡ് കട്ടിങ്സ് ആണ് കേട്ടോ. 10 രൂപയാണ് റേറ്റ്. റൂട്ടുള്ളതാണ്, കട്ടിങ്സിനെല്ലാം റൂട്ടുള്ളതായിരിക്കും. 10 രൂപയാണ് കേട്ടോ റേറ്റ്.
അടുത്ത മണിമുല്ല പ്ലാന്റ് ആണേ. മണിമുല്ല പ്ലാന്റിൻ്റെ റൂട്ടുള്ളതാണ് കേട്ടോ. എല്ലാം കട്ടിങ്സ് ഒന്നുമല്ല, റൂട്ടുണ്ടാകും. ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ്. 30 രൂപയാണ് റേറ്റ്. അടുത്തത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വൈറ്റിൽ റെഡ് കളർ ഉണ്ടാകുന്നതാണ് കേട്ടോ. ഇതിൻ്റെ 20 രൂപ റേറ്റ്. ഫ്ലവർ പിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെ സ്ക്രീനിൽ. അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 10 രൂപ തന്നെയാണ്. അടുത്ത ബോർഡർ ഗ്രാസ് ആണ്. ബോർഡർ ഗ്രാസിൻ്റെ റേറ്റ് 5 രൂപയാണ്. അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 10 രൂപയാണ് കേട്ടോ. അടുത്ത ഈ ഒരു ഓർക്കിഡാണ് കേട്ടോ. ഈ ഒരു ഓർക്കിഡിൻ്റെ റേറ്റ് 20 രൂപയാണ്. അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 5 രൂപയാണ്. ഇതിൻ്റെ റേറ്റും 5 രൂപ തന്നെയാണ് കേട്ടോ. അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ കളറിന് വ്യത്യാസം വരുന്നതാണ്. ഇതിപ്പോൾ തണൽ തരുന്നതുകൊണ്ടാണ്. ഇതിൻ്റെ റേറ്റ് 5 രൂപയാണ്.